ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ആരംഭിച്ച അന്വേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്നത് കൊടിമര പുനഃപ്രതിഷ്ഠയിലെ ക്രമക്കേടിലാണ്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വിജിലൻസ് ഉടൻ പ്രാഥമിക അന്വേഷണം തുടങ്ങും. വിജിലൻസ് അന്വേഷണം തുടങ്ങുമ്പോൾ കുടുങ്ങുക ആരെല്ലാം ആയിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ന്യൂസ് ആംഗിൾ പരിശോധിക്കുന്നത്. ഷപ്ന വിവരങ്ങളുമായിട്ടുണ്ട്. ഷപ്ന, ഈ കോടതിയുടെ തന്നെ നിർദ്ദേശപ്രകാരം ഈ വിഷയത്തിൽ, അതായത് കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ നേരത്തെ SITയും ദേവസ്വം വിജിലൻസും അന്വേഷണം നടത്തുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ഒക്കെ ചെയ്തതാണ്. അതിനാണ് വീണ്ടും അന്വേഷണം നടത്താൻ പോകുന്നത്. ഇതിലെ തൊണ്ടിയായിരുന്നു ഈ വാജി വാഹനം. അതിപ്പോ കൊല്ലം കോടതിയുടെ, വിജിലൻസ് കോടതിയുടെ കയ്യിലുമുണ്ട്. അപ്പോൾ ഈ കേസിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു അന്വേഷണം നടക്കുമ്പോൾ ഇതിലിനി കൂടുതൽ പേർ, നമ്മൾ ഈ കണ്ടതിൽ നിന്നും ചിത്രം കൂടുതലും വ്യാപിക്കുമോ? കൂടുതൽ ആളുകൾ ഈ ഫ്രെയിമിലേക്ക് വരുമോ? ഷപ്ന, ഗുഡ് മോർണിംഗ്. സേതു, തീർച്ചയായും. കാരണം കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം എത്തും എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇന്നലെ നമുക്കറിയാം ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട കേസിലും അതോടൊപ്പം തന്നെ ധാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട കേസിലും ഇനിയും 4 പേർ സംശയത്തിൻ്റെ നിഴലിലുണ്ട്, അല്ലെങ്കിൽ 4 പേർ പ്രതിസ്ഥാനത്തുണ്ട്. ഇതിൽ 3 പേരെ ഏതായാലും ഈ പ്രതികളായി കൺഫേം ചെയ്തു എന്ന് SIT അറിയിച്ചിട്ടുണ്ട്. അവർ ആരൊക്കെ എന്ന് ഈ വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെയാണ് ഈ കൊടിമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം. ഈ കൊടിമരത്തിന് 3.2 കോടി രൂപയാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരുന്നത് എന്നാണ് ശബരിമല വിജിലൻസ് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് പ്രകാരം ഈ 3.2 കോടി എസ്റ്റിമേറ്റ് തയ്യാറാക്കിയും 9 കിലോ സ്വർണം, 9.16 കിലോ സ്വർണം കസ്റ്റംസിൻ്റെ കയ്യിൽ നിന്നും ഈ ദേവസ്വം ബോർഡ് വാങ്ങി ഈ കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് വേണ്ടി വാങ്ങിയിരുന്നു എന്നത് പറയുന്നു. അതിന് കൃത്യമായ രേഖകളുണ്ട്, അതിന് കണക്കുകളുണ്ട് എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ആകെ ലഭ്യമായ തുകയുടെ ഒരു കണക്ക് പറയുന്നുണ്ട്. സ്വർണത്തിൻ്റെ അളവ് 9573 ഗ്രാമാണ്. ഇതിൽ 9340 ഗ്രാം ഈ കൊടിമരത്തിനായി ഉപയോഗിച്ചു എന്നാണ് ഹൈക്കോടതിയിൽ നൽകിയ കണക്കിൽ പറയുന്നത്. എന്നാൽ 27 പേർ സംഭാവന നൽകിയതായി പറയുന്നു. ഈ 27 പേർ സംഭാവന നൽകിയതിൽ ഒരു നടനുണ്ട്, ഒരു നിർമ്മാതാവുണ്ട്. ഇവരൊക്കെ നൽകിയ സ്വർണത്തിൻ്റെ കണക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇവർ നൽകി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവർക്കൊന്നും രസീത് കൊടുത്തിട്ടില്ല. അവർ നൽകിയ സ്വർണമാണോ അവിടെ കാണിച്ചിട്ടുള്ളത്? ഇവർ കൃത്യമായി ഒരു രേഖകളില്ലാതെയാണ് ഇത്തരത്തിൽ സ്വർണം നൽകിയിട്ടുള്ളത് എന്നാണ് ഇന്നലെ ശബരിമലയിലെ സ്പെഷ്യൽ വിജിലൻസ് കോടതിയിൽ അറിയിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വലിയ തട്ടിപ്പ് ഇതിൽ നടന്നിട്ടുണ്ടാകാം എന്ന് കോടതി തന്നെ അനുമാനത്തിലെത്തുകയും സ്റ്റേറ്റ് വിജിലൻസിനോട് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിന് ആവശ്യപ്പെടുകയും ചെയ്ത് ഈ കാലത്തെ മാസർ രേഖകളെല്ലാം സ്റ്റേറ്റ് വിജിലൻസിന് കൈമാറാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. ഈ കാലഘട്ടം എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2017 ഈ കൊടിമര പുനഃപ്രതിഷ്ഠ, കൊടിമരം ജീർണിച്ചു എന്ന കാരണം പറഞ്ഞാണ് ഇത്തരത്തിൽ പുനഃപ്രതിഷ്ഠ നടത്തുന്നത്. ഈ കാലഘട്ടത്തിൽ UDF ഭരണസമിതിയാണ്. അതോടൊപ്പം തന്നെ തന്ത്രിയുടെ വീട്ടിൽ നിന്ന് ഈ വ്യാജവാഹനം കണ്ടെത്തുന്നു. അത്തരത്തിലുള്ള ഈ തന്ത്രി, അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ, ദേവസ്വം ബോർഡ് അംഗങ്ങൾ തുടങ്ങിയ ആളുകളിലേക്കൊക്കെ ഇതിൻ്റെ അന്വേഷണം പോകും. കൂടാതെയാണ് ഈ 27 പേരുടെ മൊഴിയെടുക്കൽ. കാരണം ഈ 27 പേർ സംഭാവന നൽകി, അവർ നൽകിയ തുകയാണോ അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്? അവർക്ക് കൃത്യമായ ഒരു രസീതോ അല്ലെങ്കിൽ 3A ഫോം അനുസരിച്ച് റെസിപ്റ്റ് നൽകണം എന്നാണ് ഇത്തരത്തിൽ ഈ സംഭാവന നൽകുമ്പോൾ. അത്തരത്തിലൊന്നും തന്നെ ശബരിമലയിൽ ഇല്ല. നിലവിലെ മഹസറിലോ ആ രീതിയിൽ ഒന്നും കാണുന്നില്ല എന്നാണ് കോടതി തന്നെ കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സർവത്ര ക്രമക്കേടുകളും ഒക്കെയുമാണ്. ഇപ്പോൾ ഇതിലെല്ലാത്തിലും ഇനിയിപ്പോൾ വീണ്ടും അന്വേഷണം നടത്താൻ പോവുകയാണ് ദേവസ്വം വിജിലൻസ്. ഷപ്നയാണ് വിവരങ്ങൾ നൽകി. നമുക്ക്